അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെറിയൊരു സംസാരം നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം, അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, ഇതിനൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് അതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും കുറേ സമയം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളെ ടൈം പലതും നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. പക്ഷെ അതിനെ നമ്മൾ നല്ല നിലക്ക് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ ഒരു നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അപ്പം എന്തുകൊണ്ടും അല്ലെ, സ്ക്രീൻ ടൈം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് ഇന്നും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ അത് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന് പറയാം. കാരണം എന്തിനാ സ്ക്രോൾ ചെയ്യുന്നത് നമുക്കും അറിയില്ല, അത് എങ്ങനത്തെ സ്ക്രോൾ ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഇതിൽ ഈ സ്ക്രോളിങ്ങിൽ നടത്തിയ പഠനമുണ്ട്, ഒരാൾ ഒരു ദിവസം ശരാശരി എത്ര സ്ക്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ നീളം ആയിട്ട് അളക്കുമ്പോൾ 2021 കണക്ക് പ്രകാരം ഏകദേശം 380 മീറ്റർ ഒരാൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് ശരാശരി. അപ്പോൾ ഏകദേശം ഒരു ബുർജ് ഖലീഫിന്റെ പകുതിയോളം വരും സ്ക്രോളിങ്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യണം, നമ്മൾ അറിയുന്നില്ല അതിന് എത്രത്തോളം സ്ക്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് പിന്നെ ഈ ഉണ്ടാക്കുന്ന കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒന്നിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ ഈ വെർച്വൽ ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. വെർച്വൽ ഓട്ടിസം, അപ്പോൾ ഇത് പിന്നെ ഈ സ്ക്രീൻ ടൈം, പ്രത്യേകിച്ച് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ സ്ക്രീൻ ടൈം കൂടിയിട്ട് ഇവര് പിന്നെ ഒരുതരം ഓട്ടിസ്റ്റിക് ആയിട്ട് പെരുമാറുകയാണ് കുട്ടികൾ. ശ്രദ്ധയില്ലാതെ പിന്നെ ചിലപ്പോ ഈ കാണുന്ന വീഡിയോസിലെ ക്യാരക്ടേഴ്സിനെ പോലെ സംസാരിക്കുക, അവരുടെ ഭാഷ സംസാരിക്കുക. അപ്പോ ചില പേരൻസ് ഒക്കെ വിചാരിക്കും എന്റെ മോ യൂട്യൂബ് കണ്ട് ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ. സത്യത്തിൽ ഈ ഒരു വെർച്വൽ ഓട്ടിസത്തിന്റെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇവിടെ കാണാൻ ചെറിയ കുട്ടികൾ, ഇപ്പൊ ഇവിടെ UAE തന്നെ കാണാം ചെറിയ മക്കള് ഭയങ്കര ഇംഗ്ലീഷ്. ചില പേരൻസ് ചിലപ്പോൾ അത്ര ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യില്ല, അവര് കാർട്ടൂൺ കണ്ടിട്ടാന്നൊക്കെ പറയുന്നത്. കാർട്ടൂൺ കണ്ട് ഇംഗ്ലീഷ് കൈകാര്യം ആ ക്യാരക്ടറിനെ പോലെയൊക്കെ പെരുമാറും, അതേപോലെ വീട്ടിൽ നിന്ന് പെരുമാറും. അപ്പൊ ഈ വെർച്വൽ ഓട്ടിസത്തിന്റെ പ്രശ്നം ഒന്നുണ്ട്. രണ്ടാമത്തത് ഇമ്പൾസീവ്നെസ് കൂടുകയാണ് റീൽസ് കാണുമ്പോൾ. കാരണം റീൽസ് എന്ന് വെച്ചാല് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് കാണുമ്പോൾ നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലോ, ഉമ്മമാര് കുട്ടികളെ അടക്കി നിർത്താൻ വേണ്ടി കൊടുക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് റീൽസ് കാണിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും. ഈ റീൽസ് ശരിക്കും ഇമ്പൾസീവ്നെസ്സിനെ നല്ല ബാധിക്കുന്നുണ്ട്. ഇമ്പൾസീവ്നെസ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് പിന്നെ അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എന്തും അപ്പം കിട്ടണം. കാരണം ഈ റീൽസ് വരെ വളരെ കുറഞ്ഞ സെക്കൻഡ്സ് കൊണ്ട്, 10 സെക്കൻഡ് 15 സെക്കൻഡ് കൊണ്ട് ഇവരെ ബ്രെയിനിനെ സംതൃപ്തിപ്പെടുത്തുകയാണ്. അപ്പൊ അതൊരു എഫേർട്ടും ഇല്ലാതെ ഇതിങ്ങനെ കണ്ട് ഇവർക്ക് പിന്നെ ഒന്നിനും ക്ഷമിക്കാനുള്ള ഒരു ശേഷി ഇല്ലാതാവും. കാരണം എന്തും പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു ഇമ്പൾസീവ് ക്യാരക്ടറായിട്ട് മാറും. അപ്പോൾ പിന്നെ ആ കുട്ടിയിൽ ദേഷ്യം കൂടും, വാശി കൂടും. ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആവും. അപ്പൊ ഇതിനൊക്കെ ഈ റീൽസ് എന്തുണ്ട്, ഈ സ്ക്രോളിങ് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതില് ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിൽ വരുന്ന കണ്ടന്റുകളുടെ പ്രശ്നം. അപ്പൊ ഇതിലൂടെ ആണ് ചിലപ്പോൾ പോൺ വീഡിയോസിലേക്ക് പോവുക, മറ്റ് അഡിക്ഷനിലേക്ക് പോവുക. അതേപോലെ തന്നെ മൈൻഡിനെ പലപ്പോഴും വയലൻസ് വല്ലാതെ കണ്ട് വയലൻസിനോടുണ്ടാകുന്ന ഒരു താല്പര്യം, ഡ്രഗ്സിനോടുണ്ടാകുന്ന താല്പര്യം. കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന ഹീറോസ്, പിന്നെ ഹീറോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വളരെ ഭയങ്കര ഈ പിന്നെ അടിപൊളി വീഡിയോസ് എന്നൊക്കെ പറയില്ലേ, നമ്മള് സ്ലോ മോഷനിൽ BGM ഒക്കെ ഇട്ട് വന്നിട്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും, വയലൻസിന് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. നമ്മളെ ബ്രെയിനിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാന്നാ പറയാ. കാരണം ഇതൊന്നും കണ്ടാൽ നമുക്കൊരു പ്രശ്നമില്ലാത്ത പോലെ ആവും. ഇപ്പൊ ബ്ലഡ് കുറേ കണ്ട് പിന്നെ ബ്ലഡിനോട് നമുക്കൊരു പ്രശ്നമില്ലാതാവും. അപ്പൊ പിന്നെ നമ്മളെ കൂടെ നടക്കണവനെ 2 ഇടിച്ച് അവന്റെ പിന്നെ മുഖത്തുനിന്ന് ബ്ലഡ് വന്നാൽ അതൊരു ബ്രെയിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാം, നമുക്കതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല, നമ്മളെ എമ്പതി ഇല്ലാതായി പോകും. അതിനൊക്കെ ഇതിങ്ങനെ കാണുന്നത് പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സ്ക്രീൻ ടൈം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ വേറൊരു എഫക്റ്റ് എന്താ വെച്ചാൽ അത്രയും സമയം മനുഷ്യനും തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ലാതാവുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ വളരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് മനുഷ്യനും തമ്മിലുള്ള ഇന്ററാക്ഷൻ. കാരണം അത് ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മള് മക്കളെ ഉമ്മമാരോട് തന്നെ പറയും, നെഞ്ചത്തിട്ട് വളർത്തുന്നതിനുമായി ബന്ധപ്പെട്ട് അത് ദേഹത്തോട് ചേർക്കുന്ന ടച്ചിങ്ങിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതല്ലാതെ സംസാരം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഇത് എങ്ങനെ ആയാലും ഇപ്പോൾ പണ്ടും ഇന്നും എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ ഉള്ളൂ. 24 മണിക്കൂറിൽ ഈ പറഞ്ഞ പോലെ 350 മീറ്റർ സ്ക്രോൾ ചെയ്യുക, അതല്ലെങ്കിൽ 2-3 മണിക്കൂർ സ്ക്രീനിന് കൊടുത്താൽ അത്രയും സമയം മനുഷ്യനും സംസാരിക്കുന്നത് അവിടെ ഇല്ലാതാവുകയാണ്. അപ്പൊ അതും ഈ ബ്രെയിൻ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ശേഷിയെ ഡിലേ ആക്കുക, കുറക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഈ കുട്ടിന്റെ
ഒരു ഇമോഷണൽ ഇന്റലിജൻസിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോ അതില് കുട്ടികൾക്കൊക്കെ ഇന്നത്തെ കൗമാരക്കാരാണെങ്കിലും അതല്ല അഡോളസൻസ് കുറച്ചുകൂടി പ്രായമായി കുറച്ചൊരു യുവത്വത്തിലൊക്കെ വരികയാണെങ്കിൽ ആരായാലും ഇപ്പൊ ഇതിന്ന് ഒഴിവല്ല. ചെറിയ കേജിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് പറയല് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനെ യൂസ് ചെയ്യുമ്പോൾ അനാവശ്യ കാര്യങ്ങളാണ് സ്കിപ്പ് ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. പിന്നെ പറഞ്ഞ ആയത്ത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. നമ്മളത് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സാധന അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്. അത് മുഅ്മിനീങ്ങളാണ്. അപ്പൊ അള്ളാഹിനെ ആലോചിക്കുന്ന പടച്ചവനെ പേടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ലഗ്വുകളെ നെഗ്ലക്ട് ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരിക്കലും എന്ത് ചെയ്ത് ആവശ്യമില്ലാത്തൊരു സാധനത്തിനെ വലിച്ചെറിഞ്ഞു. നമ്മൾ കേട്ട് പരിചയമുള്ള മുദരത്തിന്റെ ഹദീസ് പല കാര്യങ്ങൾക്ക് അത് തെളിവാണ്. പൊതുവെ സോഷ്യൽ മീഡിയ പറയുമ്പോൾ ഞാനത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. നബി ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണതിന്റെ ഇടയിൽ ചില സമയത്ത് റസൂലുള്ളാഹി അതിനടുത്ത് ഇങ്ങനെ കൈമിൽ ഇങ്ങനെ ഉരുട്ടിയെന്നാണ്. അപ്പോ സഹാബികള് ആ സമയത്ത് നബിയുടെ ശ്രദ്ധ മാറി. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പേഴ്സൺസ് തമ്മിലുണ്ടായിരുന്ന വ്യക്തികളായിട്ടുണ്ടായിരുന്ന ബന്ധം മാറി. കുറച്ച് സമയം ഈ ഒരു ഇതിലായി, ഈ ഒരു മെറ്റീരിയലായി. നബി ഇങ്ങനെ അൻദുറു ഇലൈഹി സുമ്മ അൻദുറു ഇലൈഹി, കുറച്ചു നേരം ഞാൻ അവരിലേക്ക് നോക്കും, പിന്നെ ഇതിലേക്കും നോക്കും, ഇതിലേക്കും നോക്കും, പിന്നെ അവരിലേക്കും നോക്കും. അങ്ങനെ കുറച്ച് സമയം നബിയുടെ മൈൻഡ് ഔട്ട് ആയി എന്നർത്ഥം. പിന്നെ നബിക്ക് തോന്നി ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആരാണ്? എന്റെ മുന്നിലിരിക്കണ ഈ അനുയായികളെയാണ്. കാരണം ദീന് പഠിക്കാൻ വേണ്ടി മുന്നിലിരിക്കുക. റസൂൽ അതെടുത്ത് ഉപേക്ഷിച്ചു എന്നാണ്. അതിനെ ഉപേക്ഷിച്ചു. അത് വേറെ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷെ നമ്മൾ ഈ ഇവിടെ ഇതിനെ ഷാഹിദായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് ഇത് തന്റെ ഏറ്റവും വാല്യുബിൾ ആയ സമയത്ത് അല്ലെങ്കിൽ വാല്യുബിൾ ആയ ഒരു ബന്ധത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഉപേക്ഷിച്ചതാണ്. മാത്രമല്ല ജീവിതത്തിൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു ഉപകാരമില്ലാത്ത കാര്യത്തില് അത് ഒരു അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഒരുപാട് ആയത്തുകള് ഹദീസുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വായിക്കാം. ഏതായാലും അള്ളാഹു അല്ലെ ആ ഒരു അശ്രദ്ധ ആ ഒരു അലസതയിൽ നിന്ന് നമ്മളത് ഉപയോഗിക്കുമ്പോഴും കിട്ടേണ്ടത് നമുക്ക് ഉപകാരപ്പെടുന്ന അറിവുകളാണ്. അത് റസൂലുള്ള പോലും പ്രാർത്ഥിച്ചിരുന്നത് അതല്ലേ, അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിഅ എന്ന് ചോദിക്കും, ഉപകാരമുള്ളത് തരണേ. അതേപോലെ തന്നെ കാവലിനും തേടി അല്ലാഹുമ്മ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഇതിലൊരു ഉപകാരം ഇല്ലെങ്കിൽ എന്തിനാ അതിന്റെ പിന്നിൽ പോകുന്നു? അതായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മള് മനസ്സിൽ കൊത്തി വരക്കേണ്ടത്. ഖൈർ ഇൻഷാ അല്ലാഹ്. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.